ഇവർക്കൊരു സന്തോഷത്തിന് കൂടെ വന്നതാണോ? സന്തോഷം. നമ്മൾ പിന്നെ രാജ്യത്തെ ഏറ്റവും സന്തോഷമായ നിമിഷമല്ലേ ഇത്. വാക്ക് പാലിക്കുന്ന നിമിഷമാണ്. ഐക്യജനാധിപത്യ മുന്നണി വാക്ക് പാലിക്കുന്ന ആദ്യത്തെ പരിപാടിയാണ്. വളരെ സന്തോഷം. ഹാപ്പി ഹാപ്പി. ചേച്ചി സന്തോഷം. സന്തോഷം സന്തോഷം. ഓക്കെ 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 ഓക്കെ. ധീരതയോടെ വോട്ടല്ലേ കേട്ടാ. നമസ്കാരം. അങ്ങനെ UDF സർക്കാരിന്റെ വാഗ്ദാനങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന് സ്ത്രീകൾക്കായുള്ള സൗജന്യ യാത്ര. അതിന് ഇന്നു മുതൽ തുടക്കമാകുകയാണ്. ജൂൺ 15 രാവിലെ 9 മണി മുതൽ അത് സർവീസ് തുടങ്ങും എന്നുള്ളതാണ്. എങ്ങനെ ഈ ബസ് മനസ്സിലാകും, തിരിച്ചറിയാം എന്നുള്ള ചോദ്യത്തിനുള്ള കൃത്യമായിട്ടുള്ള ഉത്തരം പ്രിയദർശിനി സ്ത്രീ സൗജന്യ യാത്ര എന്നുള്ള കൃത്യമായിട്ടുള്ള ബോർഡ് പതിപ്പിച്ചുകൊണ്ടുള്ള ബസ്സുകളായിരിക്കും ഇനി സർവീസ് നടത്തുക. എന്തായാലും പദ്ധതി ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. വലിയ രീതിയിലുള്ള പ്രതീക്ഷയുമായിട്ടാണ് KSRTC മുന്നോട്ട് പോകുന്നത്. ചേച്ചി സാറിനോട് ചോദിക്കണം. ചേച്ചി സ്ത്രീകൾക്ക് വേണ്ടിയുള്ള സൗജന്യ യാത്രയിൽ ഒരു സ്ത്രീയാണ് വളയം പിടിക്കുന്നത്. എന്ത് തോന്നുന്നു? സന്തോഷം. വലിയ ആവേശമാണ്. ഈ ഒരു പ്രവൃത്തി എങ്ങനെയായിരിക്കും മുന്നോട്ട് പോകുന്നത്? ചേച്ചിയുടെ ഒരു പ്രതീക്ഷ എങ്ങനെയാണ്? ഒക്കെ നല്ല രീതിയിൽ പൊക്കോളും. എല്ലാം ശരിയാവും. റെസ്പോൺസ് ഒക്കെ എങ്ങനെയുണ്ട്? അത് നമ്മൾ തുടങ്ങണല്ലേ ഉള്ളൂ. കുറച്ചുകൂടെ മുന്നോട്ട് പോട്ടെ, അപ്പോഴല്ലേ അറിയാൻ പറ്റുള്ളൂ. ഇപ്പൊ തന്നെ നമുക്കറിയാം പല രീതിയിലുള്ള വിമർശനങ്ങൾ ഉണ്ടാവും. സാറെല്ലാം നല്ല രീതിയിൽ നടത്തിക്കോളും. $3125 ബസ്സുകളിലൂടെ അങ്ങനെ ഇന്ദിരാ ഗ്യാരണ്ടി യാഥാർത്ഥ്യമാക്കിയിരിക്കുകയാണ് UDF. നമ്മളിപ്പോൾ നിൽക്കുന്നത് ആദ്യ സർവീസ് നടത്തുന്ന ബസ്സിന് മുൻപിലാണ്. യാത്രക്കാരൊക്കെ തന്നെ തയ്യാറായി കഴിഞ്ഞു. ചേച്ചി, യാത്രയ്ക്ക് തുടക്കമാകുകയാണ്. എന്ത് തോന്നുന്നു? സന്തോഷം തോന്നുന്നു. ഇനി അങ്ങോട്ട് ഫ്രീ ആയിട്ടാണല്ലോ സർവീസ് ഉണ്ടാകുന്നത്. അപ്പോ വലിയ പ്രതീക്ഷയുണ്ടോ? ജോലി ചെയ്യുന്നുണ്ടോ? ഉണ്ട്. ഇതുവരെ ബുദ്ധിമുട്ടായിരുന്നു യാത്രയൊക്കെ. ഇനി അങ്ങോട്ടുള്ള യാത്ര നല്ല സന്തോഷകരമായിട്ടുള്ള യാത്രയായി. നടപ്പിലാകുമെന്ന് തോന്നിയിരുന്നു. ആദ്യമൊക്കെ പല പ്രഖ്യാപനങ്ങളും വരുമ്പോ അത് നടപ്പിലാകാറുണ്ടായിരുന്നില്ല. നടപ്പിലാകുമെന്ന് തോന്നിയത്
എല്ലാ